അലി അക്ബർ ഷാ. അങ്ങനെ നമ്മളുടെ വള്ളം നീറ്റിലിറങ്ങുന്നു. എല്ലാ വള്ളവും നമ്മുടേതാണ്. എന്നാൽ പോലും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, റിപ്പോർട്ടർ പ്രതിനിധീകരിക്കുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇപ്പോൾ നീറ്റിലിറങ്ങുകയാണ്. ആ ആവേശവും ആ ഊർജ്ജവും ആ നാടിന്റെ സ്നേഹവും എത്രത്തോളം ഉണ്ട്. അലി അക്ബർ ഷാ, നീറ്റിലിറങ്ങുമ്പോൾ തീ പിടിക്കാൻ പോവുകയല്ലേ നമ്മുടെ വള്ളം. അരുൺകുമാർ തീയുണ്ട പോലെ പായാനുള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ചുണ്ടൻ ഇതാ ഇറങ്ങിക്കഴിഞ്ഞു. വെള്ളത്തിലേക്ക് നീറ്റിലിറക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു കരയാകെ ഇളകി വന്നിരിക്കുന്നു, ഒരു കരയാകെ കടലായി മാറിയിരിക്കുന്നു, ആവേശക്കടലായി മാറിയിരിക്കുന്നു. ഇനിയുള്ള കാഴ്ചകൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇതാ കാണൂ, ഒരു കരയാകെ ആവേശത്തിൽ അമർന്നുണരുന്ന കാഴ്ച കാണൂ. ഇനി ആ രത്ന കിരീടവും എന്തി ഒരു തിരിച്ചുവരവുണ്ടാകും. ആ തിരിച്ചുവരവിൽ ഇതിലും അപ്പുറമുള്ളൊരു ആവേശോജ്വല സ്വീകരണം നൽകാൻ ഒരുങ്ങിക്കഴിഞ്ഞു പള്ളാത്തുരുത്തി കര എന്നുള്ളതാണ്. ഇനി പുന്നമടയുടെ ഓളപ്പരപ്പിൽ ചരിത്രം കുറിക്കാൻ പോവുകയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. ഇത്തവണ കിരീടം നേടിയാൽ അത് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ പുതിയ ചരിത്രമായി മാറുമെന്നുള്ളതാണ്. ഇരട്ട ഹാട്രിക് എന്ന വിജയം, അല്ലെങ്കിൽ 6ാം വിജയം തുടർച്ചയായി എന്നുള്ളത് അതൊരു ചരിത്രമായി മാറും നെഹ്റു ട്രോഫിയിൽ. എന്തായാലും ആ ചരിത്രം കുറിക്കാൻ ഉറപ്പിച്ചിറങ്ങിയ ടീമാണ്. അംഗം മുറുകിക്കഴിഞ്ഞു. കാഴ്ചകൾ കാണാം. ആവേശത്തിൽ നിറയുന്നുണ്ട് ഈ കരയാകെ. ഇനിയുള്ള മണിക്കൂറുകൾ അത് ആവേശത്തിന്റെ മണിക്കൂറുകളാണ്, ആഘോഷത്തിന്റെ മണിക്കൂറുകളാണ്. ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജലമഹോത്സവം അതിന്റെ കാഴ്ചകളിലേക്ക് ഇതാ കടക്കാൻ പോവുകയാണ്. പള്ളാത്തുരുത്തി അണിഞ്ഞൊരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കരുത്തരായ തുഴച്ചിലുകാരെ കൊണ്ട്. ഇനി ചരിത്രം കുറിക്കാനുള്ള തുഴച്ചിലാണ്. ഇനി പുന്നമടയുടെ ഓളപ്പരപ്പിൽ ഇതാ ചരിത്രം കുറിക്കാൻ പോകുന്നു. ഇരട്ട ഹാട്രിക് എന്ന ചരിത്രം നേടാൻ പോകുന്നു. ഉറപ്പിച്ച് കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുന്ന ഇതാ പള്ളാത്തുരുത്തിയുടെ കരുത്തന്മാർ. അരുൺ.